യു എക്ക് നേരെ ഇന്നും ആക്രമണം തുടർന്ന് ഇറാൻ. ഫുജൈറയിലും ദുബായ് ഡൗൺ ടൗണിലും ഇന്ന് ആക്രമണമുണ്ടായി. ഫുജൈറയിൽ ആക്രമണത്തെ തുടർന്ന് തീപിടുത്തമുണ്ടായി. എന്നാൽ ഇന്നത്തെ ആക്രമണങ്ങളിൽ ആർക്കും പരിക്കില്ലെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. അതിനിടെ കുർദിസ്ഥാനിലെ UAE എംബസിയും ഇന്ന് ആക്രമിക്കപ്പെട്ടു. ആക്രമണ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചതിന് 2 ഇന്ത്യക്കാരടക്കം 55 പേരെ അബുദാബി പോലീസും പബ്ലിക് പ്രോസിക്യൂഷനും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വിവരങ്ങളുമായി ഷിനോജ് ഷംസുദ്ദീൻ ചേരുന്നുണ്ട്. ഷിനോജ്, യുദ്ധം തുടങ്ങിയതിന് ശേഷം ഇതുവരെ UAEയിൽ ആക്രമണങ്ങളില്ലാത്ത ദിവസങ്ങൾ ഉണ്ടായിട്ടില്ല. ഇന്നും ആക്രമണം റിപ്പോർട്ട് ചെയ്യുന്നുവെന്ന് മനസ്സിലാക്കുന്നു. ആർക്കും പരിക്കേറ്റിട്ടില്ല എന്നുള്ളത് ആശ്വാസമാണ്. എന്തൊക്കെ നാശനഷ്ടങ്ങളാണ് അവിടെ നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്? ഹരി, ഇപ്പോഴും UAEയിലെ മരണസംഖ്യ 6 തുടരുന്നു. അതേപോലെ പരിക്കേറ്റവരുടെ എണ്ണം 141. പരിക്കേറ്റവരുടെ എണ്ണത്തിൽ ഇന്ന് വർധന ഉണ്ടായിട്ടില്ല, ആളപായം ഉണ്ടായിട്ടില്ല എന്നാണ് UAE അധികൃതർ അറിയിക്കുന്നത്. എന്നാൽ ഫുജൈറയിലും അതേപോലെ തന്നെ ദുബായ് ഡൗൺ ടൗണിലും ഇന്ന് ആക്രമണത്തിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായതായാണ് റിപ്പോർട്ടുകൾ. അതായത് ഫുജൈറയിൽ എന്താണ് ആക്രമിക്കപ്പെട്ടതെന്ന് ഔദ്യോഗികമായി UAE അറിയിച്ചിട്ടില്ല. എന്തെങ്കിലും അന്താരാഷ്ട്ര മാധ്യമങ്ങളും അതേപോലെ തന്നെ വാർത്താ ഏജൻസികളും നൽകുന്ന വിവരമനുസരിച്ച് ഫുജൈറയിലെ തുറമുഖത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ച് എണ്ണ കയറ്റുമതി നടക്കുന്ന ഒരു മേഖലയിൽ ആക്രമണമുണ്ടായി എന്നാണ് ഈ അന്താരാഷ്ട്ര ഏജൻസികൾ നൽകുന്ന വിവരം. പക്ഷേ അത് സംബന്ധിച്ച് ഒരു സ്ഥിരീകരണം UAE അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. അവിടെ നിന്ന് തീയുയരുന്ന ദൃശ്യങ്ങളും മറ്റും ഈ ഇറാൻ മാധ്യമങ്ങളും അതേപോലെ തന്നെ അന്താരാഷ്ട്ര വാർത്താ ഏജൻസികളും പുറത്തുവിടുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിന് പകരമായി, അതായത് ഇറാനിൽ നടന്ന ആക്രമണത്തിന് പകരമായി ഇന്ന് UAEക്ക് നേരെ വലിയ ആക്രമണങ്ങൾ ഉണ്ടാകുമെന്ന ചില വാർത്തകളും അന്താരാഷ്ട്ര ഏജൻസികൾ പുറത്തുവിടുന്നുണ്ട്. അത് UAEയിലെ ചില തുറമുഖങ്ങൾ കേന്ദ്രീകരിച്ചായിരിക്കും എന്നുള്ള നിലയിലാണ് ഈ റിപ്പോർട്ടുകൾ വരുന്നത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും സുരക്ഷാ നിർദ്ദേശമോ ജാഗ്രതാ നിർദ്ദേശമോ UAE അധികൃതർ നൽകിയിട്ടില്ല. ഇപ്പോഴും കുറച്ച് മുമ്പ് UAEയുടെ അന്താരാഷ്ട്ര ഉപദേശകൻ ഡോക്ടർ അൻവർ ഗർഗാഷിൻ്റെ പ്രസ്താവന പുറത്തു വന്നിരുന്നു. ഈ സഹോദര രാജ്യങ്ങളെ അല്ലെങ്കിൽ അയൽപ്പക്ക രാജ്യങ്ങളെ ആക്രമിക്കുന്നത് ഭീരുത്വമാണ്, അല്ലെങ്കിൽ അത് ഒരു പാപ്പരത്വമാണ്, രാഷ്ട്രീയ പാപ്പരത്വമാണ് എന്നുള്ള നിലയ്ക്ക് ഒരു പ്രസ്താവന വന്നിരുന്നു. യുദ്ധം അവസാനിപ്പിച്ച് ചർച്ചയുടെ വഴിയിലേക്ക് ഇറാൻ വരണമെന്നൊരു ആവശ്യമാണ് ഡോക്ടർ അൻവർ ഗർഗാഷ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതിനിടയിലാണ് 55 പേർ UAEയിൽ അറസ്റ്റിലായിട്ടുള്ളത്. ഇതിൽ 45 പേർ ഈ ആക്രമണ ദൃശ്യങ്ങൾ പങ്കുവച്ചതിനും ചിത്രീകരിച്ചതിനും അബുദാബി പോലീസിൻ്റെ പിടിയിലാണ് ആയിട്ടുള്ളത്. അതേപോലെ തന്നെ UAE പബ്ലിക് പ്രോസിക്യൂഷൻ അറ്റോർണി ജനറലിൻ്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം 10 പേരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ 2 ഇന്ത്യക്കാർ ഉൾപ്പെടുന്നു. അവർ ഈ രംഗങ്ങൾ ചിത്രീകരിച്ച് കൈമാറിയെന്ന് മാത്രമല്ല, AI ഉപയോഗിച്ച് ആക്രമണ ദൃശ്യങ്ങൾ ഉണ്ടാക്കിയെടുത്തതിൻ്റെ പേരിലും ചിലർ അറസ്റ്റിലായിട്ടുണ്ട്. ഈ 10 പേരിൽ ഈ AI ഉപയോഗിച്ച് ആക്രമണ ദൃശ്യങ്ങൾ ഉണ്ടാക്കിയവരും ഉൾപ്പെടുന്നു എന്നാണ് പറയുന്നത്. കുർദിസ്ഥാനിൽ നടന്ന ആക്രമണത്തിൽ 2 സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഈ ആക്രമണത്തെ വിവിധ ഗൾഫ് രാജ്യങ്ങൾ അപലപിച്ചിട്ടുണ്ട്. ഹരി, ഷിനോജ്, അതോടൊപ്പം ഈ ഫുജൈറയിലെ ആക്രമണ സന്ദേശത്തിന് പിന്നാലെ തന്നെ അതിന് പരിസരത്തുള്ള ആളുകളോടൊക്കെ മാറി താമസിക്കണം, അല്ലെങ്കിൽ അവിടെ നിന്ന് മാറണം എന്നുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശമൊക്കെ നൽകിയിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നിലവിൽ ആളുകളെ മാറ്റിയിട്ടുണ്ടോ? സുരക്ഷാ ക്രമീകരണങ്ങൾ എന്തൊക്കെ മാറ്റങ്ങളാണ് അധികൃതർ കൊണ്ടുവന്നിട്ടുള്ളത്? എന്തൊക്കെ മുന്നറിയിപ്പുകളാണ് നൽകിയിട്ടുള്ളത്? ഇതുമായി ബന്ധപ്പെട്ട് UAEയിലെ വിവിധ തുറമുഖങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുമെന്ന് ഇറാൻ സൈനിക വൃത്തങ്ങളെ ഉദ്ധരിച്ച് ഇറാൻ വാർത്താ ഏജൻസികളും അതേപോലെ തന്നെ അൽ ജസീറ അടക്കമുള്ള വാർത്താ മാധ്യമങ്ങളും വാർത്ത പുറത്തുവിടുന്നുണ്ട്. പക്ഷേ ഇത്തരമൊരു ഭീഷണിയെ നേരിടുന്നതുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അത്തരം എന്തെങ്കിലും ഭീഷണി നിലനിൽക്കുന്നുണ്ട് എന്നത് സംബന്ധിച്ചോ UAE അധികൃതരുടെ ഭാഗത്ത് നിന്ന് യാതൊരു പ്രതികരണമോ അല്ലെങ്കിൽ പ്രത്യേകിച്ചൊരു ജാഗ്രതാ നിർദ്ദേശമോ നൽകിയിട്ടില്ല. അവിടെ നിന്ന് ആളുകളെ ഒഴിപ്പിക്കുന്നതായിട്ട് ഔദ്യോഗിക സ്ഥിരീകരണവും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. പക്ഷേ ഇപ്പോഴും ഇറാൻ്റെ വാർത്താ ഏജൻസിയും അതേപോലെ തന്നെ ഈ അന്താരാഷ്ട്ര വാർത്താ ഏജൻസികളും ഇത്തരമൊരു വാർത്ത പുറത്തുവിടുന്നുണ്ട്. ഇതിൻ്റെ പേരിൽ ഒരു പ്രത്യേക മുന്നൊരുക്കം എവിടെയും നടക്കുന്നതായി UAE സ്ഥിരീകരിച്ചിട്ടില്ല. ഹരി, ശരി. UAEക്ക് നേരെ ഇന്നും ഇറാന്റെ ആക്രമണം തുടരുന്നു എന്നുള്ളതാണ് ഷിനോജ് പറയുന്നത്. ഫുജൈറയിലും ദുബായ് ഡൗൺ ടൗണിലും ഇന്ന് ആക്രമണമുണ്ടായി. ഫുജൈറയിൽ ആക്രമണത്തെ തുടർന്ന് തീപിടുത്തമുണ്ടായി. പക്ഷേ ആളപായങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് വലിയ ആശ്വാസമാണ്. ഷിനോജ് ഷംസുദ്ദീനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.